അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വുമൺ എന്ന് പറഞ്ഞ വളരെ സിമ്പിളായിട്ട് ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ തന്നെ വായിച്ചാൽ മതി കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തുതരാം. വേണമെങ്കിൽ ഒറ്റയടിക്ക് വേണമെങ്കിൽ എപ്പോഴൊന്നും എടുക്കാം. അത്രേ ഉള്ളൂ സാധനം. വെരി സിമ്പിൾ. ഓക്കെ. അമർത്യാസൻ എന്ന് പറഞ്ഞ ആളെ അദ്ദേഹം ടുക്ക് ഇഷ്യൂ ഓഫ് വുമൺ വെൽഫെയർ അല്ലെ, സ്ത്രീകളുടെ ക്ഷേമം ഒരു ഇഷ്യൂ ആക്കി എടുത്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണം വന്നു. അദ്ദേഹം ഫോറിൻ കൺസേൺഡ് ആണ്, അതായത് വൈദേശിക വിഷയങ്ങൾ, വിദേശം അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ അത്തരം ആശയങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളാണ് എന്ന ഒരു ആദർശ വ്യതിയാന ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പർ പറഞ്ഞതായിരുന്നു, ഇന്ത്യ വുമൺ ഡോണ്ട് തിങ്ക് അബൌട്ട് ഈക്വാളിറ്റി, ദേ ഷുഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റി ടു തിങ്ക് ലൈക്ക് ദാറ്റ് അല്ലേ. അതായത് ഇന്ത്യക്കാർക്ക് ഈക്വാളിറ്റി ഒന്നും ആവശ്യമില്ല, അതൊക്കെ വെസ്റ്റേൺ കൺസേൺ ആണ് എന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അവരതിനെക്കുറിച്ച് ചിന്തിക്കണില്ലെങ്കിൽ, ഈക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കണില്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഭീകരമായിട്ടുള്ള കുറേ കണക്കുകളുണ്ട്. ഇന്ത്യയിലെ ജോബ് പാർട്ടിസിപ്പേഷനിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, ജോബിൽ സ്ത്രീകളുടെ, എക്കണോമിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, വേൾഡ് ഇൻകമ്മിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, അതൊക്കെ പറയുമ്പോൾ ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. സ്ത്രീകൾ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നു, പക്ഷേ ഇൻകം വളരെ കുറവാണെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ശേഷം കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ഇനീക്വാളിറ്റി അവർ നേരിട്ടിട്ടും അവരതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ചെയ്യുന്നില്ലെങ്കിൽ അവർ ആലോചിക്കാനുള്ള അവസരങ്ങളെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് മൂപ്പർ പറയുന്നത്. 5 കാര്യങ്ങൾ ശേഷം പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട, അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ 50%, ടോട്ടൽ ജനസംഖ്യയുടെ 50% സ്ത്രീകളാണ്. പക്ഷേ 30% ലേബർ തൊഴിലിടങ്ങളിലുള്ളത്. പക്ഷേ വർക്ക് ചെയ്യുന്ന ടോട്ടൽ ഹവർ വെച്ച് നോക്കുകയാണെങ്കിൽ 60%. അപ്പോൾ പണി കൂടുതൽ എടുക്കുന്ന പെണ്ണുങ്ങളാണ്. പോപ്പുലേഷൻ 50%, ജോലിയുള്ള 30%, വർക്ക് ചെയ്യുന്ന 60%. പക്ഷേ കൂലി കിട്ടുന്നത്, അതായത് ഇൻകം അവർക്ക് വരുമാനം 10%. അപ്പോൾ 100 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ സ്വത്താണെങ്കിൽ, 1000 റുപ്യാണ് ടോട്ടൽ വരുമാനമെങ്കിൽ അതിൽ 100 രൂപ മാത്രമേ 50% പോപ്പുലേഷനിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. എന്നാലോ ഈ സ്ത്രീകൾ ഈ 1000 റുപ്യക്ക് 100 അവർ വർക്ക് ചെയ്യണമെങ്കിൽ 60 അവർ ഓല് വർക്ക് ചെയ്യുന്നുണ്ട്, ഓൽക്ക് 100 റുപ്യ കിട്ടുള്ളൂ. ബാക്കി 40 അവർ മാത്രം വർക്ക് ചെയ്യുന്ന പുരുഷന് 900 റുപ്യ കിട്ടുന്നു. മനസ്സിലായി? ഭീകരമായിട്ടുള്ള അന്തരമുണ്ട് അവിടെ. അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ പാടില്ല, ഒരു ജോലി ചെയ്യുകയും ഭയങ്കരമായിട്ട് ജോലി ചെയ്യുകയും ഇൻകം പുരുഷൻ്റെ അത്ര ഒരു നിലക്കും എത്തണമില്ല എന്നുള്ളതാണ് പ്രശ്നം. വേൾഡ് പ്രോപ്പർട്ടിയുടെ 1% താഴെ സ്ത്രീകളുടെ സ്വത്ത് വരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ത്രീകളുടെ സ്വത്ത് അത്രയും കുറവാണ്. ഇനി ഇന്ത്യയിൽ ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ 26% ഉള്ളത്, ആണുങ്ങളുടെ 52%. ഇങ്ങനെ വായിച്ചാൽ കിട്ടുന്ന സാധനങ്ങളുള്ളൂ. ഇന്ത്യ കണ്ടിന്യൂ ടു സ്ട്രഗിൾ ഫോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഇന്ത്യ എന്താണ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരങ്ങൾക്ക് വേണ്ടി ഇന്ത്യ നിരന്തരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ബിഫോർ കോവിഡിന് മുമ്പ് 2019 മുമ്പ് ലേബർ പാർട്ടിസിപ്പേഷൻ ഈസ് 23.5% ആണ്. 23.5% സ്ത്രീകളുടെ തൊഴിലിടങ്ങളുടെ പങ്കാളിത്തം. അതായത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം തൊഴിലിടങ്ങളിൽ 23.5% സ്ത്രീകളുണ്ടായിരുന്നു കോവിഡിന് മുമ്പ്. പക്ഷേ കോവിഡ് ഭയങ്കരമായിട്ടുള്ള, കോവിഡ് മേഡ് സിറ്റുവേഷൻ വേഴ്സ് അല്ലേ, വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് കോവിഡ് കൊണ്ടുപോയി. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ താഴ്ന്ന സ്ഥലങ്ങളിൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണല്ലോ ജോലി ചെയ്യുക. അപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്ന വർക്ക് ഏരിയ, ഫീൽഡിൽ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തു. റിക്കവറി ഓഫ് ഇന്ത്യൻ എക്കണോമി അതായത് റിക്കവറി ഓഫ് ഇന്ത്യൻ എക്കണോമി അല്ലേ, ഇന്ത്യൻ എക്കണോമിയുടെ ഒരു റിക്കവർ ചെയ്തു വരണമെങ്കിൽ കൺവേർട്ടഡ് എഫേർട്ട് വേണം അല്ലേ. അതായത് ഗവൺമെൻറ്റും പൗരന്മാരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത്, പെണ്ണുങ്ങൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, വൈ ഡു വുമൺ വർക്ക് എന്നതാണ്. വൈ ഡു വുമൺ വർക്ക് അല്ലേ, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. വുമൺ വർക്ക് ഫോർ എക്കണോമിക് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ എക്കണോമിക് നെസസിറ്റി അല്ലേ. സ്ത്രീകൾ പലപ്പോഴും ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്
പിന്നെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സമ്പത്ത് ഒരു 5 റുപ്യ ഒരു മിഠായി വാങ്ങണമെങ്കിൽ പുരുഷനോട് ഇരക്കേണ്ട അവസ്ഥയാണ് പല സ്ത്രീകൾക്കും. ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ കെട്ട് അടിവസ്ത്രം വാങ്ങണമെങ്കിൽ വരെ പുരുഷനോട് യാചിക്കേണ്ട അവസ്ഥ എന്നല്ല. അത് എക്കണോമിക് ഡിപ്പെൻഡൻസ് കുറച്ച് വേണം എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള അത്യാവശ്യം ഉള്ളത് കൊണ്ട് വീട്ടിലെ സാഹചര്യം മറ്റൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം അവർ വർക്കിന് ക്വാളിഫൈഡ് ആണെന്ന് പറയും, ബിക്കോസ് ദേ ക്വാളിഫൈഡ് ടു വർക്ക് അല്ലേ. പിന്നെ പലപ്പോഴും ജോലി ഫോർ അച്ചീവ്മെൻറ്റ് ആൻഡ് സർവീസ്, പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ സേവനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ജോലി ചെയ്യാറുണ്ട്. എന്നാൽ വലിയ അളവിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് ബൈ കമ്പൽഷനാണ്, നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്യേണ്ടി വരുന്നു. അതിനൊരു അതിൻ്റെ ആ ഒരു ആശയത്തെ പിന്നെ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ഇന്ത്യയിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയ ആളുകൾ നിർബന്ധിത സാഹചര്യത്തിലാണ് പല ഘട്ടങ്ങളിൽ സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അതിന് ഉദാഹരണം എന്താണ്, അതിന് കാരണം പറയാൻ കാരണം ഇന്ത്യയിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പാവപ്പെട്ട കുറേ ആളുകൾ ഉണ്ടാവില്ലേ, അവരുടെ പിന്നെ വർക്ക് പാർട്ടിസിപ്പേഷനും ജോലിയിലെ പങ്കാളിത്തവും മറ്റുള്ളവരുടെ പങ്കാളിത്തവും തമ്മിൽ ഭീകരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്, അന്തരം വരുന്നുണ്ട്. ഓക്കെ, അപ്പർ ക്ലാസ്സസ് ലിമിറ്റഡ് ടു ഹോം, പലപ്പോഴും അപ്പർ ക്ലാസ് ആണെങ്കിൽ അവർ ഹോമിലേക്ക് വീട്ടിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് റൂറൽ വുമൺ 27% അല്ലേ, ഗ്രാമങ്ങളിൽപ്പെട്ട സ്ത്രീകൾ 27% വർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് അർബൻ ആണെങ്കിൽ 10% ഉള്ളൂ. ഓക്കെ, മെയിൻ വർക്കുകളിൽ പലപ്പോഴും 14.65% സ്ത്രീകളെങ്കിൽ 50% പുരുഷന്മാരാണ് മെയിൻ വർക്കുകളിൽ. മാർജിനലൈസ്ഡ് വർക്കാണെങ്കിൽ 6.26% സ്ത്രീകളും 0.98% പുരുഷന്മാരും വരുന്നത്. അപ്പോൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയ ആളുകൾ മെയിൻ വർക്കുകളിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളിലൊക്കെ അവർക്ക് അതിലാണ് പാർട്ടിസിപ്പേഷൻ ഉള്ളത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞത്, കമ്പൾഷനാണ്, നിർബന്ധിത സാഹചര്യത്തിലാണ് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞു വരുന്നതൊക്കെ. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജോലികളെ അവർ പോകേണ്ടി വരുന്നു, റൂറൽ ആയിട്ടുള്ള പെണ്ണുങ്ങൾ അതിന് പിന്നെ ജോലിക്ക് പോകേണ്ടി വരുന്നു, അപ്പർ ക്ലാസ് പലപ്പോഴും പോകുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് ഈ ആശയത്തെ ശരിവെക്കുന്ന കാര്യങ്ങളാണ്. വുമൺ ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. സ്ത്രീകൾ പലപ്പോഴും എന്താണ് വീട്ടിൽ അഗ്രികൾച്ചർ എന്താണ് കൃഷിയിടങ്ങളിൽ ഓർഗനൈസ്ഡ് അല്ലാത്ത സെക്ടറിലൊക്കെയാണ് പലപ്പോഴും ജോലി ചെയ്യുന്നത്. ഹൗസ് ഹോൾഡ്, കൺസ്ട്രക്ഷൻ അങ്ങനത്തെ വർക്കുകൾ, പിന്നെ ബീഡി ഇൻഡസ്ട്രിയിൽ ബീഡി തൊഴിലുകൾ, അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്ക് അങ്ങനത്തെയിലൊക്കെയാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യേണ്ടി വരുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വേൾഡ് ബാങ്ക് പറയുന്നത് 90% സ്ത്രീകളും ഇൻഫോർമൽ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള വലിയ കഴിവുകളൊന്നും ആവശ്യമില്ലാത്ത ജോലികൾ, അല്ലെങ്കിൽ ലോ പേയ്മെൻ്റ് ഉള്ള വളരെ കുറഞ്ഞ് മാത്രം വേതനം ലഭിക്കുന്ന വലിയ ഗുണങ്ങൾ പ്രൊവൈഡ് ബെനിഫിറ്റ്, വലിയ ഗുണങ്ങളോ അല്ലെങ്കിൽ ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ഇടങ്ങളിലാണ് പലപ്പോഴും ജോലികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും ഇങ്ങനത്തെ അൺസ്കിൽഡ് ആയിട്ടുള്ള ലോ പെയ്ഡ് ആയിട്ടുള്ള പിന്നെ ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ഇടങ്ങളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന താല്പര്യത്തോടല്ലല്ലോ, അല്ല, കമ്പൾഷനാണ്. അപ്പോൾ കമ്പൾഷനുള്ള ഉദാഹരണമാണ് ഇതൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ഫീൽഡിൽ 55% സ്ത്രീകളാണ്, 30% പുരുഷന്മാരുള്ളൂ. റൂറൽ വർക്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ടോട്ടൽ പിന്നെ വർക്കിൻ്റെ 1/3 വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വുമൻസ് വർക്ക് ഫേസ് സീരിയസ് പ്രോബ്ലംസ്. വുമൺ വർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി എന്നതാണ്, തുടർച്ച ഇല്ലാതിരിക്കുക. അപ്പോൾ എപ്പോഴെങ്കിലും ജോലി ഉണ്ടാവുന്നു, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്തായാലും അങ്ങനത്തെ ജോലികൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ജോലികളാണെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി ഇല്ലാതിരിക്കുന്നു. പിന്നെ ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥ അല്ലെ, സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥ. വൈജ് ഡിസ്ക്രിമിനേഷൻ അല്ലേ, ആണും പെണ്ണും ഒരേ സമയം ജോലി ചെയ്യുകയാണെങ്കിൽ ആണിന് ഇത്ര കൂലി പെണ്ണ്, വേജ് ഡിസ്ക്രിമിനേഷൻ ഉള്ളത് കൊണ്ടാണ്, ഈ വേതനത്തിൽ വിവേചനം ഉള്ളത് കൊണ്ടാണ്, ആണിൻ്റെ പകുതിയൊക്കെ പലപ്പോഴും സ്ത്രീക്ക് കൊടുക്കുന്നുള്ളൂ. വിവേചനം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 60% സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്, ഓലെ വരുമാനം 10%. ഭീകരമായ അവസ്ഥയാണ്. പിന്നെ അൺഹെൽത്ത് ജോബ് റിലേഷൻ്റെ ശുഭകരമല്ലാത്ത തൊഴിലിടങ്ങളിലെ ബന്ധങ്ങൾ അവർ പീഡനം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ സിനിമയിലൊക്കെ പറഞ്ഞ മാതിരി ഉയർന്ന സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ പിന്നെ അവർക്ക് വഴങ്ങണം. അപ്പോൾ അത്തരം സിറ്റുവേഷനൊക്കെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ആബ്സെൻസ് ഓഫ് മെഡിക്കൽ ആൻഡ് ആക്സിഡൻ്റൽ കെയർ അവർക്ക് ലഭിക്കുന്നില്ല. മെഡിക്കൽ കെയറോ ആക്സിഡൻറ്റ് കെയറോ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു പോളിസി റിഫോർമേഷൻ വേണം. ഈ പോളിസിയിൽ മൊത്തത്തിൽ ഒരു പരിഷ്കരണം ആവശ്യമുണ്ട്. പിന്നെ സ്ഥാപനപരമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, എംപവർ റൂറൽ ഫീമെയിൽ, ഗ്രാമങ്ങളിൽ പിന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ എംപവർ ചെയ്യണം, ശക്തിപ്പെടുത്തണം.
ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഭാഗങ്ങളാണ്, നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. ചിലപ്പോൾ ഞാൻ എടുത്തു തരും, ബാക്കി നിങ്ങൾ തന്നെ കുറേ വായിക്കുക, ഇൻഷാ അല്ലാഹ്. തീർക്കണമല്ലോ. ശരി, അസ്സലാമു അലൈക്കും.